ഓഗസ്റ്റ് 19 രാവിലെ 9 മണിയോടെ കേട്ട സംശയം. ആലപ്പുഴ കരൂരിൽ ഒരു സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന്. കാറ്റിനേക്കാൾ വേഗത്തിലാണ് ആ വാർത്ത പരന്നത്. പിന്നാലെ സ്ഥിരീകരണം വന്നു. 1.5 ആഴ്ച മുൻപ് കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ വിജയലക്ഷ്മി എന്ന യുവതി. ഒരു തിരോധാന കേസ് പൊടുന്നനെയാണ് കൊലക്കേസായി മാറുന്നത്. അതീവ രഹസ്യമായി പോലീസ് നടത്തിയ ഓപ്പറേഷൻ. കൊലയാളിയായത് കാമുകൻ. ആലപ്പുഴയിൽ വീണ്ടും ദൃശ്യം സിനിമാ മോഡൽ കൊലപാതകമുണ്ടായ ആഴ്ചയായിരുന്നു ഇത്. യുവതിയുടെ അരുംകൊലയിൽ അമ്പലപ്പുഴ കരൂർ സ്വദേശിയായ 52കാരൻ പോലീസ് കസ്റ്റഡിയിലായി ഇപ്പോൾ റിമാൻഡിലാണ്. നവംബർ 6 തീയതിയാണ് വിജയലക്ഷ്മിയെ കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. പരാതി ലഭിച്ച് പോലീസ് 12 തീയതി കേസെടുത്തു. ദിവസവും ധാരാളം തിരോധാന കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഇതിൽ പലതിലും 2-3 ദിവസം കഴിയുമ്പോൾ ആളുകൾ മടങ്ങിയെത്താറാണ് പതിവ്. കാണാതാകുന്നവരുടെ പശ്ചാത്തലവും സ്വാധീനവും ഒക്കെയാണ് കേസന്വേഷണത്തിന്റെ വേഗത തീരുമാനിക്കുന്നത്. വിജയലക്ഷ്മിക്ക് ധാരാളം സൗഹൃദങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് പരാതി കാര്യമായി പരിഗണിച്ചില്ല. KSRTC ബസ്സിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ പോലീസിന് കൈമാറിയതാണ് കേസിൽ നിർണായകമായത്. KSRTC ജീവനക്കാർ കൈമാറിയ മൊബൈൽ ഫോൺ എറണാകുളം പോലീസ് വിശദമായി പരിശോധിച്ചു. ഇത് വിജയലക്ഷ്മിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വിവരം കരുനാഗപ്പള്ളി പോലീസിന് കൈമാറി. പിന്നീട് നടന്നത് കേരള പോലീസിന്റെ ചടുലമായ നീക്കം. കോൾ ലിസ്റ്റ് പരിശോധിച്ച് യുവതിയുമായി കൂടുതൽ സമയം മൊബൈൽ ഫോണിൽ സംസാരിച്ചവരെ വിളിച്ചു വരുത്തി. വിശദമായ അന്വേഷണത്തിൽ യുവതി അവസാനമെത്തിയത് അമ്പലപ്പുഴ കരൂരിലുള്ള സുഹൃത്ത് ജയചന്ദ്രന്റെ അടുത്താണെന്ന് കണ്ടെത്തി. കരുനാഗപ്പള്ളി പോലീസ് നേരിട്ടെത്തിയെങ്കിലും ജയചന്ദ്രൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. മത്സ്യബന്ധനത്തിനായി കടലിൽ പോയെന്നായിരുന്നു നാട്ടുകാർ നൽകിയ വിവരം. കൂടുതൽ അന്വേഷണത്തിൽ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായ വിജയലക്ഷ്മിയും ഭാര്യയും മകനുമുള്ള ജയചന്ദ്രനും വർഷങ്ങളായി അടുപ്പത്തിലാണെന്ന് വ്യക്തമായി. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിനെതിരെ പരാതി പലതവണ പോലീസ് സ്റ്റേഷനിലെത്തുകയും ഒത്തുതീർപ്പാക്കി വിടുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരു സുനീഷ് എന്ന് പറഞ്ഞ ആൾ ഞങ്ങളെ ഫോണിൽ വിളിച്ചു. ഒത്തിരി നാളായി ഇതുപോലെ ബോട്ടിൽ പോയപ്പോഴേ എന്തോ രണ്ടും കൂടെ എന്തോ ഇതൊക്കെയാണ് ഇല്ലാതാക്കണം, നിങ്ങൾ ഒരു കുഞ്ഞുള്ളതിലെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ ജയനോടും എന്നോടും നല്ല ഇതായിട്ടൊക്കെ പറഞ്ഞു തന്ന. മത്സ്യബന്ധനത്തിന് ശേഷം മടങ്ങിയെത്തിയ ജയചന്ദ്രനെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അഴീക്കൽ ഹാർബറിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നേരെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ചോദ്യം ചെയ്തപ്പോൾ ജയചന്ദ്രൻ മൊഴി മാറ്റിക്കൊണ്ടേയിരുന്നു. ഇതിനിടെ കരുനാഗപ്പള്ളി പോലീസ് പലതവണ അമ്പലപ്പുഴയിലെത്തി കൊലപാതകം നടന്ന സ്ഥലവും മൃതദേഹം കുഴിച്ചിട്ടിടവും കണ്ടെത്തി. കരുനാഗപ്പള്ളി ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാവിലെ 11 മണിയോടുകൂടി കരൂരെത്തി. പ്രതി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് കുഴിയെടുക്കാൻ ആരംഭിച്ചു. 1 മണിക്കൂർ കൊണ്ട് മൃതദേഹം പുറത്തെടുത്തു. അതിരൂക്ഷമായ ദുർഗന്ധമായിരുന്നു. മൃതദേഹം പൂർണ്ണമായി അഴുകിയതിനാൽ മുഖം തിരിച്ചറിയാനായില്ല. ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തിയും പോലീസ് കണ്ടെത്തി. വിജയലക്ഷ്മിക്ക് മറ്റാളുകളുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണ് കൊലപാതകത്തിന് പ്രേരണയെന്നാണ് പ്രതിയുടെ മൊഴി. 6 തീയതി വൈകുന്നേരമാണ് വിജയലക്ഷ്മി ജയചന്ദ്രന്റെ പുറക്കാട് പഞ്ചായത്തിലെ 3-ാം വാർഡിലുള്ള ഈ വീട്ടിലെത്തിയത്. ഈ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അടുത്തുള്ള ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജ നടക്കുന്നതിനാൽ പരിസരത്തെ വീടുകളിലും അധികമാരുമില്ലായിരുന്നു. വിജയലക്ഷ്മിയും ജയചന്ദ്രനും ഉറങ്ങുന്ന സമയത്ത് പുലർച്ചെ 1 മണിയോടെ യുവതിയുടെ ഫോണിലേക്ക് ഒരു യുവാവിന്റെ വിളി വന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ അവസാനിച്ചത്. വീടിനുള്ളിൽ വെച്ചാണ് ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ കൊല ചെയ്തത്. ശേഷം മൃതദേഹം തൊട്ടടുത്ത പറമ്പിൽ മറവ് ചെയ്തു. പ്രദേശത്ത് ചുറ്റും വീടുകളാണ്. വാതിലുകളും ജനലുകളും തുറക്കുന്നത് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്ന പുരയിടത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ ഞെട്ടലിലും. ഇയാൾ കുറേ ദിവസം തൊട്ട് അവിടെ നിൽപ്പുണ്ട്, ഇങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ ഈ വഴിയല്ല പുള്ളിക്കാരൻ, അപ്പുറത്തെ വഴിയില്ല. അപ്പം ഇത് കുഴിച്ചതിന് ശേഷമായിരിക്കും മനസ്സിലൊരു ഇത് വെച്ച് ഇങ്ങനെ നോക്കിയാലും നിൽക്കുന്നത്. അപ്പം നമുക്കിത് പോകത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കൊന്നിങ്ങനെ ഇട്ടിരിക്കുന്നത് മനസ്സ് വരത്തില്ല. എന്നാൽ ഈ കല്ലിട്ട സമയത്തിൽ അതിൻ്റെ അടുത്തെല്ലാം ഞങ്ങൾ നിൽക്കുമായിരുന്നു. 4-ാം തീയതി നടന്നത്, 10-ാം തീയതി കല്ലിടുന്നത്. കരുനാഗപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത തിരോധാന കേസാണ് കൊലപാതകമായി മാറിയത്.
ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ ആലപ്പുഴയിൽ ആവർത്തിക്കുകയാണ്. പക്ഷേ സിനിമയിലെ പോലെയല്ല കാര്യങ്ങൾ. എല്ലാ കേസിലും പ്രതികളെ കൃത്യമായി പിടികൂടുന്നുണ്ട്. ടീം മാതൃഭൂമി ന്യൂസ്.